നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിന് പിന്നാലെ രാജ്യത്തെ സുപ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ സൈന്യത്തിന് നൽകാൻ ആലോചിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നീറ്റ് പുനഃപരീക്ഷാ മുന്നൊരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്നാണ് വിവരം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേർന്നത്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള മുറവിളികൾ ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിഷയം അതീവ ഗൗരവത്തോടെ സമീപിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഓരോ ഘട്ടത്തിലെയും വിശദാംശങ്ങൾ തേടുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഭാവിയിൽ ചോർച്ചകളും വീഴ്ചകളും തടയാൻ നീറ്റ് അടക്കം അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറിന്റെ സുരക്ഷാ ചുമതല സൈന്യത്തിന് നൽകുന്നത് പരിഗണനയിലുണ്ട്. പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗം നീറ്റ് പരീക്ഷാ നടത്തിപ്പ് ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, NTA ഡയറക്ടർ അഭിഷേക് സിംഗ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ രാവിലെ ചേർന്ന യോഗം നീറ്റ് പുനഃപരീക്ഷാ ഒരുക്കങ്ങളും ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണ പുരോഗതിയും വിലയിരുത്തി. 24 ഡൽഹി. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയെ ന്യായീകരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കരുത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് കേന്ദ്രമന്ത്രിയുടെ മറുപടി. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ടോൾ ഫ്രീ നമ്പർ ആരംഭിച്ചിട്ടുണ്ട്. CBSE 12ാം ക്ലാസ് ഫലവുമായി ബന്ധപ്പെട്ടുയർന്ന വ്യാപക പരാതികളുടെ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. CBSE നടപ്പാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ സുതാര്യമായ രീതിയെന്ന് കേന്ദ്രമന്ത്രി. നിലവിലുണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആരോപിച്ചു. राहुल गांधी जी एक अलग मानसिकता में पहुंच चुके हैं. निरंतर चुनाव हारने के कारण वो फ्रस्ट्रेशन में जा चुके हैं. उन्होंने SIR को विरोध किया है, उन्होंने EVM को विरोध करते थे, उन्होंने डिजिटल इंडिया को विरोध किया. भारत की वैज्ञानिक प्रगति के साथ तो नहीं है. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ചുമതല കോഎംറ്റ് എഡ്യൂടെക്കിന് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നതും എന്ന് പ്രതികരിച്ച CBSE കരാർ നൽകിയത് പൊതു സാമ്പത്തിക നിയമങ്ങൾ പാലിച്ചാണെന്നും വ്യക്തമാക്കി. അതേസമയം ഓൺ സ്ക്രീൻ മാർക്കിംഗുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് 1-2 പരാതികൾ മാത്രമാണെന്നും ഉത്തരക്കടലാസുകൾ മാറിപ്പോയത് മാനുഷിക പിഴവാകാമെന്നും കോഎംറ്റ് എഡ്യൂടെക് CEO VSN രാജു പ്രതികരിച്ചു. 24 ഡൽഹി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL കമ്പനിയിൽ നിന്ന് വീണയ്ക്കും സ്ഥാപനമായ എക്സാലോജിക്കിനും ലഭിച്ച പണം എവിടെ നിക്ഷേപിച്ചുവെന്ന് കണ്ടെത്താൻ വീണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തേക്കും. CMRL നിന്ന് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റി എന്നതടക്കം ഉള്ള വിവരങ്ങൾ EDയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ട്. മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്നലെ നടത്തിയ റെയ്ഡിൽ വീണ ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ED പിടിച്ചെടുത്തിരുന്നു. കോടതിയുടെ അനുമതിയോടെ ഇത് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകും. കൂടുതൽ രേഖകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. വീണയുടെ സ്വത്തുക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 രൂപ പ്രൊസീഡ് ഓഫ് ക്രൈമിന്റെ ഭാഗമാണ്. ഇത് എവിടെ നിക്ഷേപിച്ചുവെന്ന് കണ്ടെത്തണമെന്നും ED. പ്രാഥമിക മൊഴിയെടുപ്പിൽ വീണ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യും. CMRൽ നിന്ന് ഉന്നതർക്ക് പണം നൽകിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. പുറത്തുവന്ന ഡയറിയിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ഇന്നലെ ED ഇറക്കിയ വാർത്താക്കുറിപ്പിലും CMRൽ നിന്ന് കൈക്കൂലിയായി പണം കൈപ്പറ്റിയ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് അറിയിച്ചിരുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമമുണ്ടായ പശ്ചാത്തലത്തിൽ കൊച്ചി ED ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. 25ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുന്നത്. 24 കൊച്ചി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ED റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ മുൻ CPIM കൗൺസിലർ IB ബിനു അടക്കം 19 പേർ പിടിയിലായിട്ടുണ്ട്. കസ്റ്റഡിയിലായവരുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും.
വധശ്രമം, ആയുധമുപയോഗിച്ച് ആക്രമിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് പ്രതികൾക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. സംഭവ ദിവസം തന്നെ 5 പേരെയും പിന്നീട് 15 പേരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൌൺസിലറും CPIM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ IP ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിച്ചതല്ല, കീഴടങ്ങിയതാണെന്നാണ് IP ബിനുവിന്റെ പ്രതികരണം. കസ്റ്റഡിയിലായ ഭൂരിഭാഗം പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. അതേസമയം പ്രതിഷേധം അക്രമത്തിലെത്തിയതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനിടെ കേസിൽ ഇനിയും അറസ്റ്റുണ്ടാകാനാണ് സാധ്യത. കോഴിക്കോട് കോട്ടൂളിയിൽ മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ റെയ്ഡിനിടെയുണ്ടായ പ്രതിഷേധത്തിൽ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് അടക്കം 57 പേർക്കെതിരെ കേസെടുത്തു. 24 തിരുവനന്തപുരം. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം ED നടത്തിയ റെയ്ഡിൽ മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പലതവണ പ്രതികരണം തേടിയെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഇതിനിടെ റെയ്ഡിനെതിരെ മന്ത്രി K മുരളീധരൻ രംഗത്ത് വന്നു. അതേസമയം ED റെയ്ഡിൽ നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് UDF നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. ഈ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത് ഇന്നലെ ഡൽഹിയിലും ഇന്ന് കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലും. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും VD സതീശന് പ്രതികരണമില്ല. VD സതീശന്റെ മൗനത്തെ കുറ്റപ്പെടുത്തി CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ ഏതാനും വാചകങ്ങളിലെങ്കിലും മിതമായ വാക്കുകളിലെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് വേണ്ടത് മനുഷ്യർക്ക് വ്യക്തമാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെയാണ്, അല്ലാതെ ഭാവാഭിനയം നടത്തുന്നയാളിനെ അല്ല. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേതാക്കൾ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ദേശീയ തലത്തിൽ വിഷയമായതോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ശ്രദ്ധേയമാകും. റെയ്ഡിനോട് യോജിപ്പില്ലെന്ന് മന്ത്രി K മുരളീധരൻ. എന്നാൽ പിണറായി വിജയന്റെ ജീവൻ രക്ഷാമാർഗമായി ED വന്നതാണോ എന്നാണ് സംശയമെന്നും പ്രതികരണം. ഞങ്ങളുടെ ഒരു ബലമായിട്ടുള്ള സംശയം, ഇത് പിണറായിൻ്റെ ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ട് ED വന്നതാണോ എന്നാണ് സംശയം. കാരണം എല്ലാവരും സ്വന്തം പാർട്ടിക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും. ആ നേരത്താണ് EDയുടെ ഒരു റെയ്ഡ്. ഇവരെ യോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളാണ് ഞങ്ങൾ സംശയിക്കുന്നത്, സത്യം പറഞ്ഞാൽ. ഇതിനിടെ ED റെയ്ഡിൽ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം ചൂണ്ടിക്കാട്ടി വിമർശനവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മിണ്ടുന്നില്ലെന്നാണ് വിമർശനം. ഇപ്പോൾ ഇത്രയും വലിയ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വിമർശനം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതേസമയം റെയ്ഡ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM-ഉം LDF-ഉം. ജില്ലാ കേന്ദ്രങ്ങളിൽ LDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കാത്തിരിപ്പിനൊടുവിൽ റഹീം തിരികെ എത്തി. റിയാദിലെ 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച അബ്ദുൾ റഹീം കോഴിക്കോട് ഫറൂഖിലെ വീട്ടിലെത്തി. വൈകാരികമായ രംഗങ്ങൾക്കാണ് കോടമ്പുഴയിലെ വസതി സാക്ഷ്യം വഹിച്ചത്. മോചനത്തിനായി ഒപ്പം നിന്നവർക്ക് നിറമിഴികളോടെ അബ്ദുൾ റഹീമും ഉമ്മ ഫാത്തിമയും നന്ദി പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 24 ഉൾപ്പെടെ നടത്തിയ പരിശ്രമങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടത്. ഉമ്മയും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും കണ്ണീരോടെ സംസാരിക്കുന്നതും തോരാത്ത കണ്ണീരുമായി കാത്തിരുന്ന ഉമ്മ ഫാത്തിമയെ പ്രിയപ്പെട്ട മകൻ കണ്ടപ്പോൾ തറവാട് വീടായ സീനത്ത് മനസ്സിലിൽ സന്തോഷ പെരുന്നാളായി. കണ്ണീരിന്റെ 20 പെരുന്നാളുകൾക്കൊടുവിൽ ഇനി മുതൽ അബ്ദുൾ റഹീം ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം. പുതുജന്മത്തിന് വഴിയൊരുക്കിയ മുഴുവൻ പേർക്കും നിറമിഴികളോടെ അബ്ദുൾ റഹീം നന്ദി പറഞ്ഞു. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട്
ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക്കിന്റെ ആശംസകൾ. മകൻ തിരികെ എത്തിയതിന്റെ സന്തോഷത്തിൽ ഉമ്മ ഫാത്തിമയുടെ വാക്കുകൾ ഇടറി. അൽഹംദുലില്ലാ എൻ്റെ കുട്ടീനെ തമ്മ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി. അൽഹംദുലില്ലാ എത്ര കണ്ട് സൂക്ഷിക്കണം. നിങ്ങളൊക്കെ സേവനം കൊണ്ട് താനെത്തി. എല്ലാവർക്കും സന്തോഷം മക്കളെ. ഇതൊക്കെ ഫലം അള്ള തരും, അല്ലാതെ ഞാൻ തന്നാൽ തരൂല. എനിക്ക് അത്രയും കളെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടും. പെരുന്നാള് വലിയ പെരുന്നാൾ തന്നെയായി. പെരുന്നാൾ 2 പെരുന്നാൾ, ഒന്ന് എൻ്റെ പെരുന്നാൾ, ഒന്ന് അള്ളാന്റെ പെരുന്നാൾ. ഇന്ന് രാവിലെ 7:30യോടെയാണ് അബ്ദുറഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. 2006 സൗദി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലായിരുന്നു അബ്ദുൾ റഹീം. ദിയാദനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമായത്. ടീം 24 കോഴിക്കോട്. മോചനത്തിനായി 24 നടത്തിയ ഇടപെടലുകൾക്ക് അബ്ദുൾ റഹീമിന്റെ കുടുംബം പ്രത്യേകം നന്ദി പറഞ്ഞു. ദിയാദനം സമാഹരിക്കുന്നത് മുതൽ തിരികെ നാട്ടിലെത്തിക്കും വരെ ഒപ്പമുണ്ടാകും എന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പാണ് പാലിക്കപ്പെട്ടത്. ഹലോ, നമസ്കാരം. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളന്ന് ജയിലിൽ നിന്ന് റഹീമിനോട് സംസാരിച്ചതൊക്കെ ഞാൻ ഓർമ്മിക്കുക. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം റഹീം. നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഒരുപക്ഷെ റഹീം, ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഈ മകൻ വീട്ടിലെത്തുന്നത് വരെ ഞങ്ങൾ ഉമ്മയ്ക്കൊപ്പം ഉണ്ടാകും എന്ന്. ഈ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ 24 പ്രേക്ഷകരൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരോട് റഹീമിന് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈദ് മുബാറക്കിന്റെ ആശംസകളും. ഇന്നു രാവിലെ കരിപ്പൂരിൽ വന്നിറങ്ങിയ ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് സംസാരിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ വാക്കുകൾ ഇടറി. റഹീമിന്റെ മോചനത്തിൽ ഉമ്മ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ആ ദൗത്യത്തിന് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് 24. റഹീമിന്റെ മോചനത്തിനായി തുടക്കം മുതൽ 24 ഉണ്ടായിരുന്നു. മോചനത്തിനായുള്ള ദിയാധനം 34 കോടി രൂപ സ്വരൂപിക്കാനുള്ള ക്യാമ്പയിൻ 24ഉം ഏറ്റെടുത്തു. നിറകണ്ണുകളോടെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലും റഹീമിന്റെ ഉമ്മ എത്തിയിരുന്നു. ഉമ്മയ്ക്ക് കരുത്തേകാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നേരിട്ട് ഫറൂഖിലെ വീട്ടിലെത്തി. ദിയാധനം സമാഹരിച്ചവർക്ക് 24ലൂടെയാണ് സൗദി ജയിലിൽ നിന്ന് അബ്ദുൾ റഹീം നന്ദി പറഞ്ഞത്. ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദിൽ തന്നെ. എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിൽ കൊണ്ടുവരും. ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്നവർ അറിയാത്തവർ എല്ലാവർക്കും ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടേയിരുന്നതും നിങ്ങളെല്ലാവരും 34 കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ ബാങ്കിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഉമ്മയും കുടുംബവും റിയാദിലെ ജയിലിലെത്തി റഹീമിനെ കാണാനെത്തിയപ്പോഴും ഒപ്പം 24 സംഘമുണ്ടായിരുന്നു. 24 സൗദി പ്രതിനിധി ജലീൽ കണ്ണമംഗലം മകനെ കാണാനുള്ള ഉമ്മയുടെ ജയിലിലേക്കുള്ള യാത്രയിൽ അനുഗമിച്ചിരുന്നു. റഹീമിന്റെ മോചനത്തിനായി സൗദിയിൽ നടത്തിയ ദിയാധന സമാഹരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു 24 ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ ആലുങ്കൽ മുഹമ്മദ്. പ്രതിസന്ധിയുടെ കാലത്ത് ചേർത്ത് നിർത്തിയ നാടിനും ഇടപെടൽ നടത്തിയ 24നും നന്ദി പറഞ്ഞ് അബ്ദുൾ റഹീമിന്റെ കുടുംബം. വളരെ നന്ദിയുണ്ട് കേട്ടോ എസ്കാൻ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ബലിപെരുന്നാൾ വലിയ ആഘോഷമായിട്ട് ഇതാ എല്ലാവരും വന്നിരിക്കുകയാണ്. എസ്കാനും ഭാര്യയും ഇവിടെ വന്നത് നമുക്കറിയാമല്ലോ. എസ്കാൻ ഇത് ഏറ്റെടുത്തത് നമുക്കറിയാമല്ലോ. എന്തായാലും എസ്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് തമിഴ്നാട് സ്വദേശികളായ 5 പേർക്ക് പരിക്ക്. വെമ്പായം ഹാപ്പി ലാൻഡിലാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ പോലീസ് കേസെടുത്തു. അപകട സമയത്ത് 26 പേർ റൈഡിലുണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശികളായ 5 പേർക്കാണ് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം വൈകിയെന്നും പാർക്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെന്നും നാട്ടുകാർ. ഹാപ്പി ലാൻഡിൽ മുൻപും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായത്. ചുറ്റാകെ ആളടക്കം ഉണ്ടായിരുന്നു. ആളുകളുടെ ദേഹത്ത് വീഴാത്തത് വലിയ ഭാഗ്യമാണ്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ അപകടമുണ്ടായി ആ അടുത്ത സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള യാതൊരുവിധ പ്രവർത്തനവും ഇതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ 10-12 പേര് ഇതിനകത്തുണ്ട്. ഈ റൈഡ് കറങ്ങി തുടങ്ങിയതാണ്. ആ ടൈമിൽ ഇത് താഴോട്ട് വീഴുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിലവിളി കേട്ട് ഞങ്ങൾ ഓടി വരുമ്പോൾ
ഒരു ലേഡി ഇതിൻ്റെ അടിയിൽ പെട്ട് കിടക്കുക, അവരെ കാല് അതിൻ്റെ അടിയിൽ പെട്ട് കിടക്കുക. പാർക്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് സ്ഥലം MLA GR അനിൽ. വിവിധ വകുപ്പുകളുടെ അനുവാദത്തോടു കൂടി അംഗീകാരത്തോടു കൂടിയും പ്രവർത്തിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. പഞ്ചായത്തിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദൈനംദിനമായിട്ട് അവർ അതിനകത്ത് പരിശോധന നടത്തുന്ന രീതിയല്ല. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ലൈസൻസ് പുനഃപരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു സുരക്ഷാ പരിശോധന നടത്താൻ ആവശ്യമായ സ്വകാര്യ സംരംഭങ്ങളാകാം, പക്ഷേ നമ്മുടെ മനുഷ്യരാണല്ലോ, നമ്മുടെ ജനങ്ങളാണല്ലോ അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലായിടത്തും നടത്താനുള്ള നിർദ്ദേശം ഇതിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട്. റൈഡ് ഉയർന്നു പൊങ്ങിയ സമയത്ത് വെൽഡിംഗ് പൊട്ടിയതാണ് അപകട കാരണം. അപകടത്തിൽ പോലീസ് കേസെടുത്തു. കളക്ടർക്ക് അപകടം സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് പൊട്ടി വീണായിരുന്നു അപകടം. ഒരു കുടുംബത്തിലെ 5 പേരുൾപ്പെടെ പരിക്കേറ്റവരിലുണ്ട്. ജിബിൻ JB, 24, തിരുവനന്തപുരം. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തർക്കം രൂക്ഷമായിരിക്കെ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി നടി അൻസിബ ഹസൻ. പോലീസിൽ നിന്ന് മാനസിക പരിഗണന നിഷേധിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. വിഷയത്തിൽ അൻസിബയെ കേൾക്കാനാണ് അമ്മ നേതൃത്വത്തിന്റെ തീരുമാനം. താരസംഘടനയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മറ്റൊരു പരാതിയുമായി അൻസിബ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ലക്ഷ്മിപ്രിയ തൃപ്പൂണിത്തുറ പോലീസിൽ നൽകിയ പരാതിയാണ് സംഭവത്തിന് ആധാരം. സ്റ്റേഷനിലെത്തിയപ്പോൾ മാനുഷിക പരിഗണന കിട്ടിയില്ല എന്നും SI രേഷ്മ അപമാനിച്ചു എന്നും കാണിച്ചാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അൻസിബ പുതിയ പരാതി നൽകിയത്. പരാതിയുടെ കോപ്പി 24 പുറത്തുവിട്ടു. അതിനിടെ ടിനി ടോമിനെതിരെ ആരോപണമുന്നയിച്ച് രാജിവെച്ച അൻസിബയുടെ പരാതി കേൾക്കാൻ ജൂൺ 1, 2, 3 തീയതികളിൽ നേരിട്ടെത്താൻ അമ്മ നിർദ്ദേശം നൽകി. എന്നാൽ ജൂൺ 1 അല്ലെങ്കിൽ 7 തീയതിക്ക് ശേഷമോ നേരിട്ടെത്താൻ സാധിക്കുമെന്ന് അറിയിച്ച അൻസിബ പ്രത്യേക സമിതി വേണമെന്നും സമിതിയിൽ രമേഷ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. പറയുന്ന കാര്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും അൻസിബ ആവശ്യപ്പെടുന്നുണ്ട്. അൻസിബയ്ക്ക് പുറമെ ടിനി ടോം, ലക്ഷ്മിപ്രിയ, കുക്കു പരമേശ്വരൻ എന്നിവർക്ക് പറയാനുള്ളത് കേൾക്കാനും സംഘടന തീരുമാനിച്ചു. 24, കൊച്ചി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയതിൽ ദുരൂഹത തുടരുന്നു. പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ നാളെ ക്ഷേത്രം ഭരണസമിതി അടിയന്തര യോഗം ചേരും. കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് മോഷണ വിവരങ്ങൾ. കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ ശ്രീകോവിലിനുള്ളിലെ വൈരനാമ ക്ഷേത്രത്തിലെ സ്വർണ്ണവിളക്ക്, 78 ഗ്രാം തൂക്കം വരുന്ന മറ്റ് സ്വർണം തുടങ്ങിയവ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ മോഷണത്തിന് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2 മോഷണങ്ങളും നടന്നിരിക്കുന്നത് ഒരേ കാലയളവിലാണ്. അതേസമയം കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. ഏറ്റവും പുരാതന ക്ഷേത്രമാണ്, കോടികളുടെ സ്വത്ത് അവിടെയുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടെ നമുക്ക് നോക്കണം. കാരണം ഇത് സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനിയാണല്ലോ പണ്ട് ചൊല്ലുവാൻ കള്ളം കപ്പൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ ദേവന്റെ സ്വത്ത് ആർക്കും തൊടാൻ പാടില്ല, ഒരു സംശയമൊക്കെ അറിയത്തില്ല. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ദേവസ്വം മന്ത്രി K. മുരളീധരനും ആഭ്യന്തരമന്ത്രിയും ക്ഷേത്രാധികാരികളിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. തുടർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ക്ഷേത്രത്തിൽ കർശന സുരക്ഷയുണ്ടെന്നും ആർക്കും ഒന്നും കടത്താനാകില്ലെന്നും ഭരണസമിതി അവകാശപ്പെടുന്നു. കാണാതായെന്ന് പറയുന്ന വൈരനാമയും സ്വർണവും ക്ഷേത്രത്തിൽ തന്നെയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോ മറ്റ് ജനപ്രതിനിധികളോ തയ്യാറായിട്ടില്ല. വിവാദങ്ങൾക്കിടെ ക്ഷേത്ര ഭരണസമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരുന്നുണ്ട്. 24, തിരുവനന്തപുരം. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ തുടരാൻ ധാരണയായെന്ന സൂചന. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ തുടരാൻ ധാരണയായി എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിക്ക് ശേഷമാകും പ്രഖ്യാപനം. കരാർ നിലവിൽ വന്നാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നേക്കും. ജമ്മുകശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഡോർമൽ വനമേഖലയിൽ കനത്ത ഷെല്ലിംഗ് ആരംഭിച്ചു. ഗംഭീർ മുഖ്ലാൻ മേഖലയിൽ ഓപ്പറേഷൻ ഷിർവാലെ 6ാം ദിവസവും പുരോഗമിക്കുകയാണ്.
രജൌരി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് അധിക സൈനിക വിന്യാസം എത്തിച്ചാണ് ഢോറിമൽ വനമേഖലയിൽ ഏറ്റുമുട്ടൽ പുരോഗമിക്കുന്നത്. ഭീകരർ വീണ്ടും ഉൾവനത്തിലേക്ക് രക്ഷപ്പെടാതിരിക്കാൻ കനത്ത ഷെല്ലിംഗും സേന നടത്തുന്നു. പ്രദേശത്ത് നിന്ന് സ്ഫോടന ശബ്ദവും വെടിയൊച്ചയും കേൾക്കാം. വനത്തിനകത്തേക്ക് കയറിയുള്ള പോരാട്ടമാണ് പുരോഗമിക്കുന്നത്. ദൌത്യം നിർണായക ഘട്ടത്തിലെത്തിയെന്നും സേനാവൃത്തങ്ങൾ പറയുന്നു. മെയ് 23-നാണ് ഗംഭീർ മുഖ്ലാൻ മേഖലയിൽ ദൌത്യം ആരംഭിച്ചത്. 3 ഭീകരരെയാണ് സേന വളഞ്ഞിരിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസും CRPF-ഉം ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകുന്നു. 24 ഡൽഹി. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത ഇന്ത്യയും ചൈനയും അതിർത്തിയിലെ സമാധാനം നിലനിർത്തുന്നതിന്റെ പുരോഗതിയിൽ ഇരു രാജ്യങ്ങളും സംതൃപ്തി അറിയിച്ചു. ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് യോഗത്തിൽ ആയിരുന്നു ചർച്ച. അതിർത്തി പരിധി നിർണയം, സുരക്ഷാ സഹകരണം തുടങ്ങിയവയും യോഗത്തിൽ ചർച്ചയായി. ഗുസ്തി താരം വിനേഷ് ഫോഗാട്ടിനെതിരെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ ഏഷ്യൻ ഗെയിംസ് ട്രയൽസിൽ പങ്കെടുക്കാൻ അനുവാദം നൽകിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. കേസ് നാളെ പരിഗണിക്കും. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ വിനേഷ് ഫോഗട്ടിന് അനുമതി നൽകിയ ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. ഈ മാസം 30, 31 തീയതികളിലാണ് സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത്. വനിതാ കായിക താരങ്ങളെ ഒഴിവാക്കുന്നതിനോ പാർശ്വവൽക്കരിക്കുന്നതിനോ ഉള്ള കാരണമായി മാതൃത്വം മാറുന്നില്ലെന്ന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കെതിരെ വിമർശനം നടത്തിയായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിനേഷ് ഫോഗട്ടിന് അനുമതി നൽകിയത്. സെലക്ഷൻ പ്രക്രിയയിൽ സുതാര്യത ഉറപ്പാക്കാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും നിയമിച്ച സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ട്രയൽസിന്റെ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെലക്ഷൻ നയത്തെ ചോദ്യം ചെയ്ത് വിനേഷ് ഫോഗട്ട് സമർപ്പിച്ച ഹർജിയിലായിരുന്നു നിർണായക ഉത്തരവുണ്ടായത്. പാരീസ് ഒളിമ്പിക്സിൽ അമിതഭാരം കാരണം വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടതിനെ ദേശീയ നാണക്കേട് എന്ന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പരാമർശത്തെയും ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു. 24 ഡൽഹി. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.